ലീഡറോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടാ. ലീഡറെല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേടിക്കണ്ട കേട്ടോ. ഓ എന്തത് ലോലമീ പാണികൾ. ഹൈ പാട്ടാണല്ലോ. ലോലമീ പാണികൾ ശകികളായല്ലോ, വർമുടി നിബിട വനങ്ങളായല്ലോ. നല്ല പാട്ടാണല്ലോ. പാട്ടല്ല, കവിതയാ. മാഗസീനിൽ കൊടുക്കാനുള്ളതാ. നേരത്തെ തരണ്ടേ പ്രിയേ, ഇതൊരു പേജ് വരില്ലേ. പിന്നെ കവിത തരാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാ. ഇതെന്റെ ഫ്രണ്ട് എഴുതിയതാ, ഇപ്പഴാ കണ്ടത്. നല്ലതായതുകൊണ്ട് തന്നതാ. സംഭവം ശരി, പക്ഷെ ഇത്രയും വലിയ കവിത ഈ 2-3 വരിയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ചെയർമാൻ പറഞ്ഞിട്ടാ. ഓഹോ, ഇപ്പൊ താനടക്കം 10ാമത്തെ ആളാവൻ പറഞ്ഞു വരുന്നത്. ഞാൻ അവനെ കണ്ടോളാം. ഒരു പേജ് കവിത ഇവിടെ പരസ്യം വെക്കാൻ തന്നെ പേജില്ല. അപ്പോഴാ നീ വാ. മലയാളം നോവൽ സാഹിത്യ ചരിത്രത്തിൽ ലോകത്തെ മൊത്തം അത്ഭുതപ്പെടുത്തിയ ഏറ്റവും മനോഹരമായൊരു നോവലായിരുന്നു ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖ ഒരു സ്ത്രീപക്ഷ വായനയുടെ ബിംബമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രം ഇന്ദുലേഖ ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസ്സിൽ എല്ലാവരും ഇവിടേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഫസ്റ്റില കിറ്റിൻ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഓരോ അല്ല സർ, വേദയൊന്ന് വിളിക്കാൻ. ഇനി അയാളെ കൊണ്ടുപോകണോ? വേദ. താങ്ക് യു സർ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ? നമ്മുടെ കഥാപാത്രമായ ഇന്ദുലേഖ. എങ്ങോട്ടാ? വാ പറയാം. നമുക്ക് ലൂക്കോച്ചിനൊന്ന് കാണാം. കവിതയുടെ കാര്യല്ലേ? വേണ്ട. താനൊന്നും ഉണ്ടായിരുന്നേ, ഞാൻ സംസാരിച്ചോളാം. നല്ല കവിതയുടെ അത്, അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. നല്ലതായിരുന്നെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടെടുത്തേനെ. എടോ അതൊക്കെ ഞാൻ വേണ്ട. ഇന്നലെ പറഞ്ഞില്ലേ സൃഷ്ടിയുള്ള ഉത്തരവാദിത്തം. അത് കവിത പബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആവാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടാവട്ടെ, എന്നിട്ട് പബ്ലിഷ് ചെയ്യാം. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? ആ ശരിക്കും. ആ നമ്മളെപ്പോലൊരു നിലപാടൊക്കെ ഉണ്ട് അല്ലേ? ശരിയാക്കാം. എന്തോടെ പരിപാടി? കവിത ലോലമി പണികൾ എന്തല്ലേ? അടിപൊളി. കൊള്ളാം, നല്ല വരികൾ. കൊള്ളാം. ഇതാരെഴുതിയതാ? ഇതിവിടെ എഴുതിയതാരെന്ന് അറിയത്തില്ല, പക്ഷേ ഈ കവിത ഫസ്റ്റ് ഇയർ മലയാളത്തിൽ ഒരു കുട്ടിയുടേതാ. ആര്? എടാ ശ്രീവേദ. പരിപാടി കൊള്ളാല്ലേ? സംഭവിച്ചിട്ടുണ്ട്. ശ്രീവേദ കവിത നന്നായിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അത് ശരിയാട്ടോ, കവിത നന്നായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസിപ്പലിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ കവിത വായിച്ചു കേട്ടോ. നല്ല അസല് വരികളാ, നല്ല വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള ഒരു കവിത. നല്ല ഭാവിയുള്ള കുട്ടിയാ. അത് ശരിയാ അല്ലേ? മോളെ കവിത കണ്ടോട്ടോ, മനോഹരായിട്ടുണ്ട്. നിർത്തരുത്, ഇനിയും തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ? ശരി ടീച്ചർ. ഇങ്ങനെ ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയേ, നാളത്തെ എഴുത്തുകാരിയായിരിക്കും ഈ കുട്ടിന്ന്. ഭാവിയിലെ വൈക്കം മാധവിക്കുട്ടിയാണ് അവൾ. മാധവിക്കുട്ടി അല്ലേ? ഇയാൾക്കൊക്കെ തേങ്ങ അറിയില്ല. ഓട്ടെ, അപ്പൊ ശരി.
എന്റെ അടുത്ത് ഇനി എന്നോട് മുട്ടടാ. ഞാൻ ഈ ലോക്കൽ ക്ലാസ് ബേസിലോടൊന്നും മത്സരിക്കാറില്ല. പോടാ. വേറെ ഏതെങ്കിലും കോളേജ് കാണോടെ ഇതേപോലെ ഒരേ മരിച്ചോട്ടില്ല SFI മേസ്യു എന്നെ സമ്മതിക്കണം അല്ലേ? ഓ സമ്മതിച്ചു. അതാണ്. ചേട്ടാ ആ എന്താ രേഷ്മ, നേച്ചർ ക്ലബിന്റെ വല്ല പരിപാടി ഉണ്ടോ? അതൊന്നല്ല ചേട്ടാ, അവരാ ഊട്ടിയിലെ മരങ്ങൾ മുറിക്കാനുള്ള പ്ലാനാ. ചേട്ടൻ പെട്ടെന്നൊന്ന് അങ്ങോട്ട് വരണം. മോള് വെക്കൂ, ഞാൻ വരാം. ശരി ചേട്ടാ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോടും അധ്യാപക സംഘടനകളോടും ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം മാനേജ്മെന്റിനല്ലേ? അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല ജീവ. നാച്ചുറൽ ക്ലബിന്റെ സ്ഥലം തിരിച്ചു വാങ്ങിയെന്ന് മാത്രം. എന്നിട്ട് അവിടെ ഞാൻ പറയാം. ഈ കോളേജിന് ചുറ്റും ഏകദേശം 5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്. അത് കോളേജിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അല്ല, ആ സ്ഥലത്ത് എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത്? അതെന്ത് വേണമെന്ന് വഴിയെ തീരുമാനിക്കാം. ഇപ്പോഴത് വെട്ടിത്തെളിയിക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിപാടി. 3 കുളം, 50ഓളം തേക്ക്, മറ്റു മരങ്ങൾ, എല്ലാം 100 വർഷത്തിലധികം പഴക്കമുള്ളത്. ഇതൊക്കെ നശിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് കുറ്റിക്കാട് വെട്ടിത്തെളിക്കാൻ പോകുന്ന മട്ടിൽ മുരളീധരൻ സാർ പറഞ്ഞത്. നിങ്ങൾക്ക് കള്ളും കഞ്ചാ അടിച്ചു കിടക്കാനുള്ള സ്ഥലം പോകുന്നതിന്റെ സങ്കടമാണ്. അതോ നിങ്ങൾ ആ സ്ഥലത്തിന് എന്തൊരു പേരിട്ടിട്ടുണ്ടല്ലോ, മൂന്നാറോ കൊടൈക്കനാലോ, എന്താ അത്? ഊട്ടി. അത് ഞങ്ങളിട്ട പേരല്ല, ഇവിടെ പഠിച്ചുപോയി ആരോ ഇട്ടതാണ്. പിന്നെ എല്ലാവരും അതങ്ങ് വിളിച്ചു. ഇനി വരാനുള്ളവരും അത് തന്നെ വിളിക്കും. ഇതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഞാനത് അറിയിച്ചു. തീരുമാനം എടുത്തു, അറിയിക്കുകയും ചെയ്തു. ഇനി ഈ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ ഞാനൊരു തീരുമാനം ഇപ്പൊ എടുത്തു. അത് ലൂക്കോച്ചൻ പറയും. അതെ, ഇവിടെ ഒരു കോപ്പ് നടക്കില്ല. അങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായി? ഒന്നും നടക്കില്ല. പൂന്തേട്ടാ, ഇതവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇതിന്റെ അകത്തുനിന്നെങ്കിലും എന്നെ സാറെ വിളിക്കടാ. സാറേ, ഇതെല്ലാം റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇതവര് വിറ്റ് കാശാക്കാനുള്ള പ്ലാനാണ് കേട്ടാ. അതെ, ട്രസ്റ്റിന്റെ കീഴിൽ നിന്നും ദേവസ്വത്തിന്റെ കീഴിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവരിതെല്ലാം കെട്ടുമുടിക്കും. മരത്തിൽ കൈവച്ച് അവര് ജയിച്ച പിന്നെ എല്ലായിടത്തും അവര് കൈവയ്ക്കും. അങ്ങനെയല്ലേ ചരിത്രം. ആ കർത്തയുടെ മുൻഗാമികൾ ഈ കോളേജിന് ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇയാളത് കളഞ്ഞു വിളിക്കുന്ന തോന്നണേ. അതെ, അധികാരവും കച്ചവടവും തമ്മിലുള്ള രഹസ്യ ഉടമ്പടി. നേതാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ, എന്തൊട്ടാണ്ട് ഒരു ഗൂഢാലോചന. മരങ്ങളൊക്കെ വെട്ടി വെക്കുവോ? അതേടാ, നമ്മുടെ തേക്കിൻകാട് മൈതാനില്ലേ, അത് മുറിച്ചു വെക്കാനുള്ള പദ്ധതി ഉണ്ട്. നിനക്ക് വേണോടാ? എനിക്ക് വേണ്ട വെള്ളപ്പറ്റ, നീ എടുത്തോ. നീ പോടാപ്പനെ. കറുത്ത ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കും. നീ വെറുതെ എതിർക്കാനോ തടുക്കാനോ ഒന്നും നിൽക്കണ്ട. എടാ രഞ്ജ, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, കുറച്ചൊരു തീരുമാനം. ഞങ്ങളെ നടപ്പിലാക്കിയ നീ ചെല്ല്. നീ നിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് ചെല്ല്. നിനക്കറിയാൻ പാടില്ല ആരോടാ കളിക്കണമെന്ന്. അയാളെ ഞങ്ങൾക്ക് അറിയണ്ട, പക്ഷെ അയാൾ അറിയും ഞങ്ങളാരാ. ശരി ശരി, അറിഞ്ഞോളൂ നിങ്ങൾ. ശരി, എല്ലാരും അറിഞ്ഞൂലേ? പിന്നെ ആളിപ്പോ വേൾഡ് ഫേമസ് അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ. ഓ എന്തൊരെളുമ. എന്റെ പപ്പ ഇവളിപ്പോ എവിടെ പോവാന്നറിയോ? എങ്ങോട്ടാ? നമ്മുടെ എഴുത്തുകാരി മേരി ജോസഫ് ഇല്ലേ, ആള് വിളിപ്പിച്ചേക്കോ അക്കാഡമിയിലേക്ക് നേരിട്ട് കാണണം പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ. പുള്ളിക്കാരിയുടെ മകള് ദീപ്തി ഞങ്ങളുടെ ക്ലാസ്സിലാ പഠിക്കുന്നത്, അങ്ങനെ വിളിപ്പിച്ചതാ. അല്ലാണ്ട് എന്നാലും അതാരാവോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക? അതറിയില്ല പപ്പ. എന്തായാലും കവിത വായിച്ച ആരാധന മൂത്ത ആരോ ആണ്. ഇവിടെ മതി, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. വേണ്ട മോളെ, പപ്പ കൊണ്ടുപോയി വിടാം. സാരില്ല, ഇവിടുത്തെ ബസ് കിട്ടും. ഇവിടെ മതിയോ? ബസ് ഉണ്ടാവൂല്ലോ അല്ലേ? അപ്പൊ നാളെ കാണാം. ശരി. ആ
സഖാവ് എങ്ങോട്ടാ? അത് അക്കാഡമിയിലേക്ക്. ഓ, അക്ഷരമുറ്റ സെമിനാറിനൊക്കെ പോവാറുണ്ടോ? അതല്ല, അവിടെ ഫസീലുണ്ട്. ആ, സഖാവും കൂടെ ഉണ്ടോ? പിന്നെ കവിതയൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എഴുത്തിനെ ഗംഭീരാക്കല്ലേ? കുറച്ച് മോശമായാലും പ്രചരിപ്പിക്കാനും പ്രശസ്തിയാക്കാനും ഒരു സംഘം തന്നെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? എന്നാലും ഇതിച്ചിരി കൂടിപ്പോയി. എന്ത്? ആ, തന്നെ കണ്ട എന്തായാലും നന്നായി. ഞാൻ നോക്കി നടക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കാതെ മനസ്സിൽ ഒളിപ്പിച്ച കവിതകളൊക്കെ എഴുതാൻ ഇതാ എൻ്റെ ഒരു സമ്മാനം. ഞാൻ എ സിയിലേക്കാ. സഖാവ് വരുന്നോ? ഏരിയ കമ്മിറ്റി ഓഫീസ്. താൻ വരണ്ടോ? അവിടേക്ക് വന്നിട്ട് എന്തിനാ? എ സിയിലേക്കല്ല, ഞാൻ പോകുന്നത് അക്കാദമി വിളിക്കാം. അല്ലെങ്കിൽ താൻ എ സിയിലേക്ക് വാ, ഒരു മെമ്പർഷിപ്പ് അങ്ങ് തരാം. അറിയപ്പെടുന്ന കവിയത്രിയല്ലേ? അയ്യോ, അത് വേണ്ട. എനിക്ക് ചുവന്ന നിറം കാണുമ്പോഴേ ടെൻഷനാ. അതെന്താ? കണ്ടിട്ടില്ലേ ഈ അപകടത്തിനൊക്കെ ചുവന്ന സിഗ്നൽ വെക്കുന്നത്? എന്നാ ശരി. അത് അങ്ങനെയല്ല. എടോ, ഈ ലോകത്ത് കറുപ്പും വെളുപ്പും മാത്രം നിറങ്ങളായിരുന്ന കാലത്ത് ആദ്യമായി മനുഷ്യൻ ഉണ്ടാക്കിയ നിറമാണ് ചുവപ്പ്. അതുപോലെ കറുപ്പും വെളുപ്പുമായി നിലനിൽക്കുന്ന ഈ ലോകത്ത് വ്യത്യസ്തമായി ചിന്തിക്കുന്നവന്റെ നിറമാണ് ചുവപ്പ്. മറ്റുള്ളവർക്ക് അത് അപകടമായി തോന്നും. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. കുഴപ്പമില്ലടോ. അല്ല, ഞാൻ കുഴപ്പമില്ലടോ. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ എന്നോട് കൂടെ പോരുന്നോ ചോദിച്ചതോ?